ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും ആഗ്രഹിച്ചതാ. ഒരുപക്ഷെ ഇതായിരിക്കും സമയം. ഫംഗ്ഷൻ ലേറ്റ് ആവില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു. ഇല്ല മാഡം, ശ്യാമ മാഡം സ്റ്റേജിലെത്തിക്കഴിഞ്ഞാ ഉടൻ തന്നെ നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. യെസ്, അത് മുൻപേ ഏറ്റെടുത്തൊരു ചുമതലയാ. ഞാനതിന് അഡ്വാൻസും വാങ്ങിക്കഴിഞ്ഞു. ഒരു പക്ഷേ ഇന്നത്തെ ഫംഗ്ഷനോടെ ഞാനതങ്ങ് ഫിനിഷ് ചെയ്യും. കൊലപാതകം അത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? ചില കൊലപാതകങ്ങൾ ഇൻട്രസ്റ്റിംഗ് തന്നെയാ. ഡോ, നമ്മൾ നാളെ രാവിലെ കാണുന്നു. എന്റെ ഡ്യൂട്ടി ചെയ്തു തീർത്തിട്ട്. ഓക്കെ. ഹലോ മോളെ. ആ അച്ഛാ, ഞാനൊരു സ്ഥലം വരെ പോവാ. എങ്ങോട്ടാ മോളെ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടത്താൻ. അച്ഛന് മനസ്സിലായില്ലല്ലോ മോളെ. ശ്യാമ മാഡം ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഫംഗ്ഷന് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് മാഡത്തിനെ നേരിട്ട് കാണാൻ പോവാ. അതെയോ? ഉം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മോളെ. എനിക്ക് സത്യം പറഞ്ഞ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാനൊന്നും പറ്റുന്നില്ല. എത്ര നാളായിട്ട് ശ്രമിക്കുക, ഓരോ സമയത്തും ഓരോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോവും. അല്പം വൈകിയാലും കാഴ്ച മനസ്സ് നിറയ്ക്കുന്നതായിരിക്കും. കാണുന്നവരൊക്കെ ഞാൻ ശ്യാമ മാഡത്തിനെ പോലെ ഇരിക്കുന്നെ, എന്റെ ശബ്ദം ശ്യാമ മാഡത്തിന്റെ പോലെയാണ് എന്നൊക്കെയാ പറയുന്നത്. എന്നിട്ടും ദൈവം അകറ്റി നിർത്തിയിരിക്കുന്ന പോലെ എനിക്ക് ദൂരെ നിന്ന പോലെ ഇതുവരെ കാണാൻ പറ്റിയില്ല. ഭഗവാൻ അതിനൊക്കെ ഒരു കാരണം തീരുമാനിച്ചിട്ടുണ്ടാവും. എന്തായാലും മോള് പോയിട്ട് വാ. വരണുണ്ടോ കൂടെ? ഇല്ലച്ചാ, വരണ ഓഫീസിൽ നല്ല തിരക്കാ. എന്നോട് വണ്ടി എടുത്ത് പോവാൻ പറഞ്ഞു. എന്നാ പിന്നെ സൂക്ഷിച്ചു പോയിട്ട് വാ മോളെ. കണ്ടു കഴിഞ്ഞിട്ട് അച്ഛനൊന്ന് വിളിക്കണം കേട്ടോ. ശരി അച്ഛാ. ഓക്കെ. എന്റെ കുട്ടിയുടെ സന്തോഷത്തിന് അതിരില്ല. അവള് ശ്യാമ മാഡത്തിനെ കാണാൻ പോവാത്രേ. എവിടെ? അവരുടെ വീട്ടിലോ? അല്ല, കളിമംഗലത്തിനടുത്തുള്ള ഏതോ ക്ഷേത്രത്തിലാ. ശ്യാമ മാഡം എന്തൊരു ഫംഗ്ഷൻ അവിടെ വരുന്നുണ്ടത്രേ. അവിടെ വെച്ച് കാണാൻ വേണ്ടിയാ. ഭഗവാൻ കൃഷ്ണൻ കഴിഞ്ഞ അവള് മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഒരേ ഒരാള് ശ്യാമ മാഡാ. കണ്ടാ കരയും എന്റെ കുഞ്ഞ്. ഈ പിരിമുറുക്കത്തിനിടയില് എന്തെങ്കിലും ഒരു സന്തോഷം അതിന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അതാ ഞാൻ ഈ യാത്രയിൽ കാണുന്ന ഗുണം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും.
ശ്യാമാമ്മയുടെ എത്തുമ്പോ തന്നെ ഫംഗ്ഷൻ ആരംഭിക്കാൻ പറ്റുമല്ലോ അല്ലേ? വേറെ തടസ്സമൊന്നുമില്ല. ശ്യാമാ മേഡത്തിന് വേറെന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് വിളിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ചാ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ മേഡം വന്നല്ലോ. എത്തി. നമസ്കാരം. വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹം മേഡം. അന്ന് ഞങ്ങൾ വിളിച്ചപ്പോഴും മേഡം സ്ഥലത്തില്ലായിരുന്നു. ഞാനും ആഗ്രഹിച്ചതാ. ഒരുപക്ഷെ ഇതായിരിക്കും സമയം. ഫംഗ്ഷൻ ലേറ്റ് ആവില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു. ഇല്ല മേഡം. ശ്യാമ മേഡം സ്റ്റേജിലെത്തിക്കഴിഞ്ഞാ ഉടൻ തന്നെ നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ നീളില്ല, ഗ്യാരണ്ടി. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പറയും, പക്ഷെ വേദിയിൽ എത്തിക്കഴിഞ്ഞാ ചിലരുടെ പ്രസംഗം മണിക്കൂറുകൾ നീളും. അതുകൊണ്ടാ ഞാനിത് ഒന്നുകൂടെ പറയുന്നത്. ഇല്ല മേഡം, ഉറപ്പാ. മേഡം വന്നോളൂ. അതെ, മതി മതി മതി, വാ. അതെ, കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാലും അത് കേട്ടില്ലെന്ന് നടിച്ചാൽ മതി. കേട്ടല്ലോ?